താമരശ്ശേരിയിൽ ഡിവൈഎഫ്ഐയുടെ റാലിയിലേക്ക് കെഎസ്ആർടിസി ബസ് ഇടിച്ചു കയറ്റിയെന്ന് പരാതി. റാലിക്കിടെ ബോധപൂർവം ബസ് ഇടിച്ചു കയറ്റാൻ ശ്രമിച്ചെന്നാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ ആരോപണം. സംഭവത്തെ തുടർന്ന് ബസ് ജീവനക്കാരും ഡിവൈഎഫ്ഐ പ്രവർത്തകരും തമ്മിൽ കയ്യാങ്കളിയുമുണ്ടായി. സ്വാഭാവികമായും ഒരു തവണ ഇങ്ങനൊരു അബദ്ധം സംഭവിച്ചാൽ മറ്റാരും ചെയ്യാത്ത ഒരു സംഗതിയാണ് ഇയാൾ ചെയ്തിട്ടുള്ളത്. രണ്ടാമതും വീണ്ടും വണ്ടി ഇടിച്ചു കയറ്റാനുള്ള ഒരു ശ്രമം ബോധപൂർവം ഇയാൾ നടത്തിയിട്ടുണ്ട്. ഇയാൾ അടിയന്തരമായി ഇയാൾക്ക് ഡിപ്പാർട്ട്മെന്റ് തല നടപടി സ്വീകരിക്കണമെന്നും ഇയാളെ നിലവിൽ മെഡിക്കൽ പരിശോധന നടത്തി ഇയാൾ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ഉൾപ്പെടെ പരിശോധിക്കണമെന്നാണ് ഡിവൈഎഫ്ഐക്ക് സൂചിപ്പിക്കാനുള്ളത്. വിവരങ്ങളുമായി ആകാശ് ചേരുന്നു. ആകാശ്, ഗുരുതരമായ ആരോപണമാണ് കെഎസ്ആർടിസി ജീവനക്കാർക്കെതിരെ ഉയരുന്നത്. എപ്പോഴായിരുന്നു ഈ സംഭവം? ഈ സംഭവത്തിൽ ആർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ടോ? അഖില, ഇന്ന് വൈകിട്ട് 6 മണിക്കാണ് ഡിവൈഎഫ്ഐയുടെ യങ് ഇന്ത്യ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടുള്ള റാലി താമരശ്ശേരി പുതിയ സ്റ്റാൻഡ് പരിസരത്തിലൂടെ കടന്നു വരുമ്പോഴാണ് ഈ ബസ് ഇത്തരത്തിൽ ഈ ജാഥയിലേക്ക് ഇടിച്ചു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വയനാട് മാനന്തവാടിയിൽ നിന്നും പത്തനംതിട്ട വരെ പോകുന്ന കെഎസ്ആർടിസി സൂപ്പർഫാസ്റ്റ് ബസ്സാണ് ഈ പുതിയ സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് ഈ റാലിയിലേക്ക് ഇടിച്ചു കയറിയത്. ആദ്യം ഇത് 2 തവണയായിട്ടാണ് ഈ ബസ് ഈ റാലിയിലേക്ക് കയറിയത് എന്നാണ് ഡിവൈഎഫ്ഐ ആരോപിക്കുന്നത്. ആദ്യത്തെ തവണ തന്നെ ഈ വാഹനം കയറിയപ്പോൾ ഡിവൈഎഫ്ഐ പ്രവർത്തകരും ഈ ബസ് ഡ്രൈവറും തമ്മിൽ ചെറിയ വാക്കേറ്റവും അതിനുശേഷം കയ്യാങ്കളിയിലേക്ക് സാഹചര്യങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. കൂടാതെ തന്നെ അതിനുശേഷം വീണ്ടും ഈ ബസ് വീണ്ടും ജാഥയിലേക്ക് വരുന്നൊരു സാഹചര്യം, മുന്നോട്ട് വരുന്നൊരു സാഹചര്യം. പിന്നീട് വലിയ രീതിയിൽ തന്നെ ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകർ വലിയ രീതിയിൽ ഒരു പ്രതിഷേധം ഉണ്ടാക്കുകയാണ്. ഇതിൽ 3 പേർക്കാണ്, 2 പേർ ഡിവൈഎഫ്ഐ പ്രവർത്തകരായിട്ടുള്ള സ്വാതി, അഭിഷേക് എന്നീ പറയുന്ന 2 പ്രവർത്തകർ ഇപ്പോൾ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. കൂടാതെ തന്നെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഈ കെഎസ്ആർടിസി ബസ് കണ്ടക്ടറായുള്ള അബ്ദുൾ ഷുക്കൂറും താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. ഇത് മനഃപൂർവ്വം ബോധപൂർവമാണ് ഇത്തരമൊരു കാര്യം ചെയ്തതെന്നാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ തന്നെ ആരോപിക്കുന്നത്. 1 തവണയല്ല 2 തവണ മനഃപൂർവ്വം ഈ ജാഥയിലേക്ക് ഇടിച്ചു കയറുകയാണ് ഉണ്ടായത്. അതിനാൽ തന്നെ ഈ ഡ്രൈവർ മദ്യപിച്ചിട്ടുണ്ടോ, മറ്റെന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന നടത്തണം. കൂടാതെ വകുപ്പ് തലമായിട്ടുള്ള ഒരു അന്വേഷണത്തിലൂടെ ഇയാൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ തന്നെ മുന്നോട്ട് വെക്കുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെ ഡിവൈഎഫ്ഐ ഇന്ന് ഈ താമരശ്ശേരി ഡിപ്പോയിലേക്ക്, കെഎസ്ആർടിസി ഡിപ്പോയിലേക്ക് ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചു. ഇതിൽ ഡ്രൈവറുടെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ വീഴ്ചയുണ്ടായെന്നാണ് ഡിവൈഎഫ്ഐ ആരോപിക്കുന്നത്. ഇയാൾ ഏതെങ്കിലും തരത്തിൽ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും ഇവർ പറയുന്നുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ ജാഥയിലേക്ക് ഈ വാഹനം, ഈ ബസ് കയറുകയായിരുന്നു. അതിലാണ് 2 പേർക്ക് പരിക്കേറ്റിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ പ്രവർത്തകർ തന്നെ പറയുന്നത്. 2 പേർ സ്വാതി, അഭിഷേക് എന്ന് പറയുന്ന ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരാണ്. ജീവനക്കാർക്കെതിരെ ഡിവൈഎഫ്ഐ ആരോപിക്കുന്നത്. ആകാശ് തടത്തിലാണ് വിവരങ്ങൾ നൽകിയത്.